ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 19-ാം അധ്യായം. ഭഗവാൻ വാമനാവതാരത്തെ സ്വീകരിച്ച് മഹാബലിയുടെ മുൻപിലെത്തുകയും ആ ബലിയോട് 3 അടി മണ്ണ് യാചിക്കുന്നതുമായ സന്ദർഭത്തെ വർണ്ണിക്കുകയാണ്. ശ്രീശുക ഉവാച: ഇതി വൈരോചനേർവാക്യം ധർമ്മയുക്തം സുസൂനൃതം നിശമ്യ ഭഗവാൻ പ്രീത പ്രതിനന്ദ്യേതമബ്രവീൽ. മുന്നധ്യായത്തിൽ മഹാബലി ഭഗവാനോട് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു. ധർമ്മനിഷ്ഠമായിട്ടുള്ള സത്യസന്ധമായ ആ ബലിയുടെ വാക്കുകൾ കേട്ട് സംതൃപ്തനായ വാമനമൂർത്തി ബലിയെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ ദാതാവിനെ പുകഴ്ത്തിയും സ്വയം സന്തോഷം ഭാവിച്ചും അവസരോചിതമായിട്ടുള്ള രീതിയിൽ സംഭാഷണം ചെയ്യുക, സംസാരിക്കുക എന്നുള്ളത് യാചിക്കുന്ന ഒരുവൻ്റെ കർത്തവ്യമാണ് എന്ന് കാണിക്കുകയാണ്. ശ്രീഭഗവാനുവാച: വജസ്തവൈതൽ ജനദേവ സൂനൃതം കുലോചിതം ധർമ്മയുതം യശസ്കരം. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ വാക്ക് അങ്ങയുടെ വംശമഹിമയ്ക്ക് ഉതകുന്നതാണ്, ധർമ്മത്തോട് ചേരുന്നത്, ധാർമ്മികമായതാണ്. അങ്ങയുടെ ആ വംശ പരമ്പര തന്നെ ഇപ്പോൾ അങ്ങയുടെ ഗുരുപരമ്പര ഭൃഗുവംശജരായിട്ടുള്ള ശുക്ര മഹർഷിയെ പോലുള്ളവരാണ്. ഇനി അങ്ങയുടെ പൂർവികരാവട്ടെ പ്രഹ്ലാദൻ തുടങ്ങിയിട്ടുള്ള ആ പിതാമഹൻ, അവരൊക്കെ തീർച്ചയായിട്ടും താങ്കൾക്ക് മാർഗദർശികളാണ്. നഹ്യേതസ്മിൻ കുലേ കശ്ചിൻ നിസ്സത്വ കൃപണപ്പുമാൻ. ഇപ്പോൾ യാചിക്കുന്ന ഒരുവന് ഒന്നും കൊടുക്കാതിരിക്കുക, അവരെ തിരസ്കരിക്കുക, അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ ഒഴിഞ്ഞു മാറുക, അങ്ങനെയൊന്നും ഒരാളും താങ്കളുടെ വംശത്തിൽ ഉണ്ടായിട്ടില്ല. ന സന്ധി തീർത്ഥേയുധി ച അർത്ഥിനാർത്ഥിത പരാങ്മുഖായേ ത്വമനസ്വിനോ നൃപ യുഷ്മൽകുലേ യശസാമലേന പ്രഹ്ലാദ ഉദ്ഭാതി യഥോടുപഖേ. ദാനം ചെയ്യാനാണെങ്കിലും യുദ്ധം ആണെങ്കിലും ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ മുഖം തിരിച്ചു പിന്മാറിയ ആണത്തമില്ലാത്തവര് ആയിട്ട് ആരും അങ്ങയുടെ വംശപരമ്പരയിലില്ല. അപ്പോൾ അങ്ങയുടെ തന്നെ ഈ വംശത്തിൽ പിതാമഹനായിട്ടുള്ള പ്രഹ്ലാദൻ ഉദ്ഭാതി യഥോ ഉടുപഖേ, ആകാശത്തിൽ നക്ഷത്രങ്ങളുടെ നാഥനായിട്ടുള്ള ചന്ദ്രനെ പോലെ ആ പ്രഹ്ലാദനും ശോഭിക്കുന്നുവല്ലോ അങ്ങയുടെ വംശത്തിൽ. യഥോ ജാതോ ഹിരണ്യാക്ഷ ശരൺ ഏക ഇമാം മഹീം. അങ്ങയുടെ തന്നെ വംശത്തിൽ വന്ന് ജനിച്ച ഹിരണ്യാക്ഷൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ലോകത്തിലുടനീളം സഞ്ചരിച്ച് ആ ദിഗ്വിജയത്തെ നേടിയത്. ആ ഹിരണ്യാക്ഷന് ഒത്ത എതിരാളി പോലും ഉണ്ടായിരുന്നില്ല. വരാഹരൂപത്തെ സ്വീകരിച്ച മഹാവിഷ്ണു ഭൂമിയെ ഉദ്ധരിക്കുമ്പോൾ എതിരിടാൻ വന്ന ഹിരണ്യാക്ഷനെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വിജയിച്ചത് ആ ഭഗവാൻ മഹാവിഷ്ണു. ഹിരണ്യാക്ഷന്റെ ആ പരാക്രമത്തെ അവിടെ ഭഗവാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിശമ്യതദ്വധം ഭ്രാതാ ഹിരണ്യകശിപുപുര ഹന്തും ഭ്രാതൃഹണം ക്രുദ്ധോ ജഗാമനിലയം ഹരേ. ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു എന്ന് കേട്ടിട്ടാണ് ഹിരണ്യകശിപു, സഹോദരനായിട്ട് ഹിരണ്യകശിപു കുപിതനാവുകയും
ആ വിഷ്ണുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതും ഒക്കെ മുൻപ് നടന്നിട്ടുള്ള കാര്യമാണ്. അന്തകനെ പോലെ വന്ന ആ ഹിരണ്യകശിപുവിനെ കണ്ടിട്ട് ആ സമയത്ത് മഹാവിഷ്ണു ഇപ്രകാരം ആലോചിച്ചു എന്നാണ്: ഞാൻ എവിടെയെല്ലാം പോയാലും എൻ്റെ പിന്നാലെ ജീവികളുടെ പുറകെ അന്തകൻ എന്നതുപോലെ ഇവനുമുണ്ട്. അതുകൊണ്ട് ഇവൻ്റെ ഉള്ളിൽ വസിക്കാം, പുറമേക്ക് മാത്രം അന്വേഷിക്കുന്ന ഇവൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ വസിക്കാം എന്ന് നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മഹാവിഷ്ണു ആ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തോടു കൂടിയിട്ട് കടന്ന് കൂടുകയും എവിടെയും ലോകം മുഴുവനും അന്വേഷിച്ചിട്ടും വിഷ്ണുവിനെ കാണാതെ കുപിതനായ ഹിരണ്യകശിപു അട്ടഹസിച്ചു. സ്വർഗത്തെയും അഷ്ടദിക്കുകളെയും ബിലസ്വർഗങ്ങളെയും എല്ലായിടത്തും തിരഞ്ഞിട്ടും ആ വിഷ്ണുവിനെ കണ്ട് കിട്ടിയില്ല. അപ്പൊ എവിടെയും കാണാത്തത് കൊണ്ട് പുനരാവർത്തിരഹിതമായ ആ ലോകത്തിലേക്ക് എൻ്റെ സഹോദരനെ നിഗ്രഹിച്ച ആ വിഷ്ണു പോയി കഴിഞ്ഞു. ഇവിടെ ഭഗവാൻ നിത്യമുക്തനാണ്, പുനരാവർത്തിക്ക് പ്രസക്തിയില്ല. അതുപോലെ തന്നെ ആ ഈശ്വരൻ ഹൃദയാന്തസ്ഥിതനാണ്. ഒരിക്കലും ഈ ജഗത്തില് ബാഹ്യ ലോകത്തിൽ അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല. അതാണിവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഹിരണ്യകശിപുവിന് മഹാവിഷ്ണുവിനോടുള്ള വൈരം ഉപേക്ഷിച്ച് അടങ്ങിയിരിക്കാനും കഴിയില്ല. അപ്പോൾ വിഷ്ണുവിന് ആത്യന്തികമായ നാശം സംഭവിച്ചു എന്ന് കരുതുന്ന ഹിരണ്യകശിപു അതുവരെ ഉണ്ടായിരുന്ന വൈരം, വിഷ്ണുവിനോടുള്ള കോപം, അതിൽ നിന്ന് പിന്മാറി തൽക്കാലത്തേക്ക് പിതാ പ്രഹ്ലാദപുത്രസ്തേ തദ്വിദ്വാന്തിജവത്സല, അങ്ങയുടെ പിതാവ് വിരോചനൻ, അങ്ങയുടെ പിതാമഹൻ പ്രഹ്ലാദൻ, ആ വിരോചനൻ തൻ്റെ ആയുസ്സിനെ തന്നെ വിപ്രവേഷം ധരിച്ചു വന്ന ദേവകൾക്കായിട്ട് നൽകുകയും ചെയ്തു. അവര് യാചിച്ച സമയത്ത് ദാനം ചെയ്തു. വിപ്രവേശധാരികളായിട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്നവർ ദേവന്മാരാണ്, തന്നെ വഞ്ചിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ വിരോചനൻ മനസ്സിലാക്കി. എന്നാലും ആ ബ്രാഹ്മണരോടുള്ള ആദരവ് കൊണ്ട് ആ വിപ്രവേശധാരികളായിട്ടുള്ള ദേവന്മാർക്ക് ആയുസ്സിനെ ദാനം ചെയ്തു. അപ്പോൾ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള വിപ്രന്മാർ, പരാക്രമികളായിട്ടുള്ള പൂർവികന്മാർ, അങ്ങനെ നിസ്സീമമായിട്ടുള്ള കീർത്തിയോടുകൂടിയ അങ്ങയുടെ പൂർവികർ ആചരിക്കപ്പെട്ട ധർമ്മങ്ങളെയെല്ലാം താങ്കളും അനുഷ്ഠിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. തസ്മാത്വത്തോ മഹീമീഷത് വൃണേഹം വരദർഷഭാൽ പദാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാമമ. അതുകൊണ്ട് അല്ലയോ മഹാബലേ, ആ അസുരാധിപതിയായിട്ടുള്ള അങ്ങയോട് ഞാൻ യാചിക്കുന്നത് എൻ്റെ കാലുകൊണ്ട്, എൻ്റെ പാദം കൊണ്ട് അളന്നെടുക്കാവുന്ന 3 അടി ഭൂമിയാണ്. അവിടെ എടുത്തു പറഞ്ഞു എൻ്റെ കാലുകൊണ്ട്. കാരണം ഇനി ഈ വാമനമൂർത്തി തന്നെ ത്രിവിക്രമാകാരം പ്രാപിക്കും. അപ്പോ അവിടെ സത്യവിരോധം വരരുത്. വാമനൻ തന്നെയാണ് ത്രിവിക്രമനായി മാറുന്നത്.
അതുകൊണ്ട് അവിടെ സത്യവിരോധം സംഭവിക്കുന്നില്ല. ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന അങ്ങയിൽ നിന്ന് വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുന്ന ഒരു വിവേകി, അങ്ങനെയുള്ള ഒരുവന് ഒരിക്കലും പാപം ബാധിക്കില്ല. അതിന് മറുപടിയായിട്ട് ബലി പറയുകയാണ്. ബലിരുവാച അഹോ ബ്രാഹ്മണദായാത വാചസ്തേ വൃദ്ധസമ്മത ത്വം ബാലോ ബാലിശമതി സ്വാർത്ഥം പ്രത്യബുധോ യഥ. വിപ്രകുലത്തിൽ ജനിച്ച ഹേ വിപ്രകുമാര, അങ്ങയുടെ വാക്കുകൾ വലിയവർ സംസാരിക്കുന്നത് പോലെയൊക്കെയാണ്. പക്ഷേ അങ്ങയുടെ ബുദ്ധി ബാലബുദ്ധിയാണ്, ബാലിശമാണ്. അവനവൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് വേണ്ടതുപോലെ ബോധവാനല്ല. മാം വചോഭി സമാരാധ്യ ലോകാനാം ഏകമീശ്വരം. ഒരു ദ്വീപിനെ പോലും ദാനം ചെയ്യാൻ കഴിവുള്ള എന്നെ വേണ്ടതുപോലെയൊക്കെ സ്തുതിച്ചു ആദരിച്ചു. എന്നിട്ട് നിസ്സാരമായ 3 അടി ഭൂമി മാത്രമാണ് യാചിക്കുന്നത്. അത് താങ്കളുടെ ബുദ്ധിശൂന്യതയാണ്. ഇനി എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും യാചിച്ചിട്ട് വീണ്ടും അങ്ങനെ ഒരാൾ മറ്റൊരാളുടെ അടുത്ത് പോയി മറ്റൊരിടത്ത് പോയി യാചിക്കാൻ പാടില്ല, ഇടവരരുത്. അതുകൊണ്ട് അല്ലയോ ബ്രഹ്മചാരി, അങ്ങേക്ക് ജീവിതവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിയെങ്കിലും എന്നോട് ചോദിക്കൂ. ശ്രീ ഭഗവാനുവാച യാവന്തോ വിഷയാപ്രേഷ്ട ത്രൈലോക്യം അജിതേന്ദ്രിയം ന ശക്നുവന്തിതേ സർവേ പ്രതിപൂരയിതും നൃപ. അല്ലയോ മഹാരാജാവേ, ഭഗവാൻ പറയുകയാണ്, ഈ ലോകത്തിൽ എന്തൊക്കെ നമുക്ക് പ്രിയങ്കരങ്ങളായിട്ടുണ്ടോ അത് മുഴുവൻ കിട്ടിയാലും മനോജയം സാധിക്കാത്ത, ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്ത ഒരുവന് അതുകൊണ്ടൊന്നും സന്തോഷം ഉണ്ടാവില്ല. എന്നാൽ 3 അടി കൊണ്ട് തന്നെ, പരിമിതമായത് കൊണ്ട്, കിട്ടുന്നത് കൊണ്ട് തൃപ്തി ആകുന്നുവെങ്കിൽ ത്രിഭിക്രമൈരസന്തുഷ്ടോ ദീപേനാപിന പൂജ്യതേ. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് വേണ്ടത്. തൃപ്തിപ്പെടാത്ത ഒരുവന് എന്തെല്ലാം കിട്ടിയിട്ടും കാര്യമില്ല. ഇപ്പൊ സപ്തദ്വീപുകളെയും ഭരിച്ചിരുന്നവർ, സപ്തദ്വീപാധിപതയോ നൃപ വൈന്യഗതാതയ, പൃഥു, ഗയൻ തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാർ ധാരാളം വിഭവങ്ങൾ, ഭൗതികമായി സുഖമനുഭവിക്കാൻ വേണ്ടതായ ദ്രവ്യങ്ങൾ അവർക്ക് ധാരാളം ഉണ്ടായിരുന്നു അനുഭവിക്കാനായിട്ടും. എന്നാലും അവര് ആ ആശയുടെ അതിരിലേക്ക്, തൃഷ്ണയുടെ അതിരിലേക്ക് എത്തിയവരായിരുന്നില്ല. യദൃച്ഛയാ ഉപപന്നേന സന്തുഷ്ടോ വർത്തതേ പുമാൻ. ദൈവഗത്യ അല്ലെങ്കിൽ യാദൃച്ഛികമായി അങ്ങനെ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന ഒരുവന് സുഖമായി ജീവിക്കാൻ പറ്റും. ന അസന്തുഷ്ട ത്രിഭിർലോകൈരജിതാത്മോപസാദിതൈ. കിട്ടിയതുകൊണ്ട് സന്തോഷമില്ലാത്തവന്, അജിതേന്ദ്രിയനായ ഒരുവന് 3 ലോകത്തെ സുഖങ്ങൾ ലഭിച്ചാലും സംതൃപ്തി ഉണ്ടാവുകയും ഇല്ല. എന്നിങ്ങനെ ആ വാമനമൂർത്തിയുടെ ആ ഒരു അഭിപ്രായം, ബലിയോടുള്ള ആ വാക്കുകൾ തുടരുകയാണ്. പുംസോയം സംശുതേർഹേതുരസന്തോഷോർത്ഥകാമയോ യദൃച്ഛയോപപന്നേന സന്തോഷോ മുക്തയേ സ്മൃത. ധനത്തിലും മറ്റുമൊക്കെ, അർത്ഥത്തിലും കാമത്തിലും അസംതൃപ്തി ഉണ്ടാവുന്ന ഒരുവൻ, അങ്ങനെയുള്ള ഒരുവന് അത് സംസാര ബന്ധത്തിന് കാരണമായിട്ട് തീരും. എന്നാൽ ഈശ്വരേച്ഛയ അല്ലെങ്കിൽ ദൈവഗത്യ യാദൃച്ഛികമായി ലഭിക്കുന്നത് കൊണ്ട്
മനസ്സംതൃപ്തി ഉള്ള ഒരുവന് അത് സംസാര ക്ലേശങ്ങളിൽ നിന്നും മുക്തിക്കും സഹായകമായിട്ട് തീരും. യദൃച്ഛാലാഭതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധതേ. ദൈവേച്ഛയ്ക്കനുസരിച്ച്, ഈശ്വരേച്ഛയ്ക്കനുസരിച്ച് ലഭിക്കുന്നതായ ദ്രവ്യം കൊണ്ട് സന്തുഷ്ടനായിരിക്കുന്ന ഒരു വിപ്രന്, ഒരു ബ്രാഹ്മണന് അവൻ്റെ തേജസ് വർദ്ധിക്കും. എന്നാൽ അസന്തുഷ്ടനാണ് എങ്കിലോ, അഗ്നി എപ്രകാരമാണോ ജലം കൊണ്ട് അണഞ്ഞു പോകുന്നത്, അതേപോലെ അസന്തുഷ്ടന്റെ തേജസ് കെട്ടുപോകും. തസ്മാത്രീണി പദാന്യേവ വൃണേത്വദ്വരദർഷഭാൽ. അതുകൊണ്ട് അങ്ങയിൽ നിന്നും രാജാവെ 3 അടി മാത്രമാണ് ഞാൻ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൃതാർത്ഥനാണ്. ശ്രീശുക ഉവാച ഇത്യുക്ത്വ സഹസന്നാഹ വാഞ്ചാത പ്രതിഗൃഹ്യതാം. വാമനായ മഹിം ദാതും ജഗ്രാഹ ജലഭാജനം. ഇങ്ങനെയെല്ലാം കേട്ടിട്ടാണ് മഹാബലി ചിരിച്ചുകൊണ്ട്, ശരി, അങ്ങയുടെ ആഗ്രഹം പോലെ തരാം എന്ന് പറഞ്ഞ് വേഗം ദാനം ചെയ്യാൻ വേണ്ടി ജലപാത്രം കയ്യിലെടുത്തു. അപ്പൊ ഇവിടെ ഇതിനെല്ലാം സാക്ഷി രൂപേണ നിൽക്കുന്ന അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ, ഇവിടെ വന്നിരിക്കുന്നത് ബലിയുടെ മുൻപിൽ നിൽക്കുന്ന വാമന രൂപം, വാമനമൂർത്തി ഭഗവാൻ മഹാവിഷ്ണുവാണ് എന്നും ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നും ആ ദേവന്മാർക്കായി സ്വർഗത്തെ വീണ്ടെടുത്തു കൊടുക്കാനാണ് എന്നും അത് തൻ്റെ ശിഷ്യനായിട്ടുള്ള മഹാബലിക്ക് ബോധ്യമായിട്ടില്ല. അത് ആ ബലിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ശുക്രാചാര്യർ. ഗുരുരുവാച ശുക്ര ഉവാച ഏഷ വൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യ കശ്യപാത് അതിതേർജാതോ ദേവാനാം കാര്യസാധക. വിരോചനപുത്രനായിട്ടുള്ള അസുരരാജാവേ, നിന്റെ മുൻപിൽ നിൽക്കുന്നത്, അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നത് ശാശ്വതമൂർത്തിയായിട്ടുള്ള സമസ്ത ഐശ്വര്യാദി ഷഡ്ഗുണസമ്പന്നനായിട്ടുള്ള മഹാവിഷ്ണുവാണ്. ദേവന്മാരുടെ കാര്യസാധ്യത്തിനായിട്ടാണ് അതിഥി കശ്യപന്മാർക്ക് പുത്രരൂപത്തിൽ അവതരിച്ചിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന ആ ഒരു ആപത്തിനെ കുറിച്ച് ഇപ്പോൾ താങ്കൾ ബോധവാനല്ല. അതുകൊണ്ടാണ് ഈ വാമനന് വാക്കുകൊടുത്തത്. അത് ശരിയല്ല. ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയൊരു അപകടമാണ്. ഏഷതേ സ്ഥാനം ഐശ്വര്യം ശ്രിയം തേജോ യശ ശ്രുതം. ഇപ്പോൾ ഇവിടെ വാമനൻ താങ്കളോട് യാചിച്ചത് 3 അടി മണ്ണ് മാത്രമാണ്. പക്ഷേ എല്ലാം നഷ്ടപ്പെടും. സ്ഥാനൈശ്വര്യാദി സമസ്തവും എങ്ങനെയാണ് നഷ്ടപ്പെടുക എന്ന് സംശയമുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം. ത്രിഭി ക്രമൈരിമാം ലോകാൻ വിശ്വകായ ക്രമിഷ്യതി. വിശ്വാകാരനാണ് വിഷ്ണു. 3 ചുവട് വെക്കുമ്പോൾ തന്നെ ഈ ലോകങ്ങളെല്ലാം അളന്നെടുക്കാൻ കഴിയും ആ ഭഗവാന്. അതുകൊണ്ട് മൂഢ ഭോഷ ബുദ്ധിയില്ലാത്തവനെ, നിനക്കുള്ളതൊക്കെ വിഷ്ണുവിന് കൊടുത്തു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് ഉപജീവനം നടത്തുക? ഇനി മറ്റൊരു സംശയം ഉണ്ടാവാം, വാക്ക് കൊടുത്തതല്ലേ, വാക്ക് പാലിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അതിനും ഉപായമുണ്ട് എന്നാണ്. ക്രമതോകാം പദൈകേന ദ്വിതീയേന ദിവം വിഭോ ഖം ച കായേന മഹദാ താത്വീയസ്യ കുതോഗതി. ആദ്യത്തെ ഒരു ചുവടുവയ്പ് കൊണ്ട് ഭൂമിയെയും രണ്ടാമത്തേത് കൊണ്ട് സ്വർഗത്തെയും അളതെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ 3ാമത്തെ ചുവട് വയ്ക്കാൻ വേറെ ഒന്നും ഉണ്ടാവില്ല ബാക്കി. അപ്പോൾ ബലി വാഗ്ദാനം ചെയ്തപ്പെട്ട ആ ഒന്ന് കൊടുക്കാൻ കഴിയാതെ വരികയും വാക്കുവ്യത്യാസം ചെയ്തു എന്ന കാരണം കൊണ്ട് നരകത്തിലാക്കും, പിടിച്ചു ബന്ധിക്കും.
വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാം ദാനം ചെയ്ത ഒരാള് എന്ന കീർത്തി കിട്ടുമല്ലോ. എല്ലാം കൊടുത്തു, എല്ലാം ദാനം ചെയ്തു എന്ന് സമൂഹത്തിൽ എല്ലാവരും പറയുമല്ലോ. അങ്ങനെ കരുതുന്നുവെങ്കിൽ അതിനും സാധ്യതയില്ല. നതദ്ദാനം പ്രശംസന്തി ഏന വൃത്തിർവിപദ്യതേ ദാനം യജ്ഞസ്തവ കർമ്മലോകേ വൃത്തിമതോയത. അങ്ങനെ താങ്കൾ ദാനം ചെയ്താലും അതിനെ ആരും പ്രശംസിക്കില്ല. കാരണം ലോകത്തിൽ സ്വയരക്ഷയ്ക്കുള്ള വഴി അറിയുന്നവന് മാത്രമേ, അല്ലെങ്കിൽ അതിനുള്ള ഉപായം കണ്ടെത്തിയ ഒരുവന് മാത്രമേ ദാനം, യജ്ഞം, തപസ്, സമൂഹ സേവനം അതൊക്കെ സാധിക്കൂ. ധർമായ യശസ്സേർത്ഥായ കാമായ സുജനായ ച പഞ്ചധാ വിഭജൻ വിത്തം ഇഹാമുത്രജമോദതേ. ധാർമ്മികമായ കാര്യങ്ങൾക്ക്, യശസ്സിനു വേണ്ടി, കീർത്തിക്ക് വേണ്ടി, നാളേക്ക് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അവനവൻ്റെ ആഗ്രഹങ്ങൾ, സുഖഭോഗങ്ങൾ അത് അനുഭവിക്കാനായി, ബന്ധുജനങ്ങൾക്ക്, ഇങ്ങനെയെല്ലാം 5 ഭാഗമാക്കി തൻ്റെ സമ്പത്തിനെ വിഭജിച്ചുകൊണ്ട് ചിലവഴിക്കുന്നവൻ ഇഹത്തിലും പരത്തിലും സുഖത്തെ അനുഭവിക്കും. ഇനി കൊടുത്തില്ല എങ്കിൽ, തരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് കൊടുത്തില്ല എങ്കിൽ അത് അനൃതമാവുമല്ലോ എന്ന് കരുതുകയാണ് എങ്കിൽ പറയാണ്, അതിനും മറുപടി പറയാണ്. അത്രാപി ബഹ്വജയഗീതം ശൃണു മേ അസുരസത്തമ സത്യമോമിതിയൽ പ്രോക്തം എന്നേത്യാഹ അനൃതം ഹിതൽ. ഋഗ്വേദ സംഹിത പ്രകരണങ്ങളൊക്കെ പ്രകീർത്തിക്കപ്പെടുന്ന ബഹ്വജങ്ങൾ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഓം എന്ന്, അഥവാ ഓ അല്ലെങ്കിൽ ശരി, സമ്മതം, ആ ഒരു വാക്കിനെ ഉച്ചരിച്ചാൽ അത് സത്യം. ന എന്ന് ഉച്ചരിച്ചാൽ ഇല്ല എന്ന നിഷേധാത്മകമായിട്ടുള്ള വാക്ക് അത് ഉച്ചരിച്ചാൽ അത് അസത്യമാണ്. ഓമിതി സത്യം നേത്യനൃതം എന്ന പ്രമാണമനുസരിച്ച് സത്യാനൃതങ്ങളുടെ സ്വരൂപം നിർണയിച്ചിരിക്കുന്ന വേദങ്ങൾ സത്യത്തെ യോഗ്യമെന്നും അനൃതത്തെ അയോഗ്യമെന്നും വിധിച്ചിട്ടുണ്ട്. പക്ഷേ ആ സത്യം അനൃതത്തെ അല്പമായിട്ടെങ്കിലും സ്പർശിക്കാതെ നിലനിൽക്കില്ല. വീണ്ടും അത് വിസ്തരിക്കുകയാണ്. സത്യം പുഷ്പഫലം വിദ്യാത് ആത്മവൃക്ഷസ്യ ഗീയതേ വൃക്ഷേ ജീവതി തന്ന സ്യാത് അനൃതം മൂലമാത്മന. സത്യം ദേഹമാകുന്ന വൃക്ഷത്തിലെ പുഷ്പഫലമാണ് എന്നറിയണം. അങ്ങനെയാണ് കീർത്തി ശ്രുതികളൊക്കെ പറയുക. സത്യസ്വരൂപമായിട്ടുള്ള പുഷ്പഫലം, ദേഹമാകുന്ന വൃക്ഷം. അപ്പോൾ ആ വൃക്ഷം ഉണ്ടെങ്കിലേ അതിൽ ഫലമുണ്ടാവുള്ളൂ. അപ്പോൾ ദേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അസത്യമാണ്. ഒന്നുകൂടി അതിനെ വിസ്തരിച്ചു ബോധ്യപ്പെടുത്തി. തദ്യഥാ വൃക്ഷ ഉന്മൂല ശുഷ്യത് ഉദ്വർത്തതേചിരാൽ. വേരറ്റുപോയ ഒരു വൃക്ഷം ഉണങ്ങിപ്പോകും, അധികം താമസിയാതെ അത് മറിഞ്ഞു വീഴും. അതുപോലെ അനൃതം ഇല്ലാത്ത, അനൃതത്തോട് ബന്ധമില്ലാത്ത ശരീരവും വളരെ പെട്ടെന്ന് ശോഷിക്കും. അപ്പോൾ ദേഹം ഏതു വിധത്തിലും രക്ഷിക്കേണ്ടതാണ്, അനൃതം കൊണ്ട് ആണെങ്കിലും രക്ഷിക്കേണ്ടതാണ്. എല്ലായ്പ്പോഴും സത്യനിഷ്ഠ കൊണ്ട് ശരീര സംരക്ഷണം സാധ്യമായി എന്ന് വരില്ല. സത്യത്തിനുള്ള ദോഷവും പിന്നെ പറയുകയാണ്, അനൃതത്തിൻ്റെ ഗുണം പറയുകയാണ്. പരാഗ്രിക്തമപൂർണം വ അക്ഷരം എത്തതോമിതി. ഓം എന്ന അക്ഷരം അത് അംഗീകാര സൂചകം.
എന്നാൽ അത് അർത്ഥശൂന്യം അല്ലെങ്കിൽ അവ്യക്തമാണ്, ഓ അല്ലെങ്കിൽ തരാം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള വ്യക്തി ആ വസ്തുവിനാൽ വിഹീനനായിത്തീരും. എല്ലാം ഒരു യാചകന് ശരി ശരി എന്ന് പറഞ്ഞ് കൊടുക്കുന്നവൻ തനിക്ക് വേണ്ടതായ ഭോഗസാധനങ്ങളെ കൊണ്ട് പര്യാപ്തനും ആയിരിക്കില്ല. എന്നാൽ ന എന്ന ശബ്ദം, ഇല്ല എന്നുള്ള അസത്യം, അത് അർത്ഥനാശത്തിന് അല്ലെങ്കിൽ അനർത്ഥത്തിന് ഇടവരില്ല, ഒരുവന്റെ സമ്പത്ത് നശിപ്പിക്കില്ല, അതുകൊണ്ടത് പൂർണ്ണമാണ്. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അതാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇനി കളവ് പറയാവുന്നത് എപ്പോഴൊക്കെയാണ്? അനൃതത്തിന്റെ ഉപയോഗം നിഷിദ്ധമല്ലാത്ത സന്ദർഭങ്ങൾ. സ്ത്രീഷു നർമ്മ വിവാഹേ ച വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായാം ന അനൃതം സ്യാജുഗുപ്സിതം. സ്ത്രീകളുടെ അടുക്കൽ അവരെ വശീകരിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ കളവ് പറയാം. തമാശ പറയുന്ന സമയത്ത് കളവ് പറയാം. വിവാഹാവസരത്തിൽ വധൂവരന്മാരെ പുകഴ്ത്തുന്ന രീതിയിൽ കളവ് പറയാം. ഒരുവന്റെ ജീവിതവൃത്തി, നിത്യവൃത്തിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ കളവ് പറയാം. പ്രാണസങ്കടം, ജീവൻ അപകടപ്പെടുന്ന സമയത്ത് കളവ് പറയാം. വിപ്രന്മാരെ, പശുക്കളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി കളവ് പറയാം. ആർക്കെങ്കിലും പ്രാണഹാനി വന്നെടുക്കുമ്പോഴും കളവ് പറയാം. അപ്പോഴൊന്നും ഈ അസത്യഭാഷണം നിന്ദിതമല്ല, നിന്ദിതമായി ഭവിക്കില്ല എന്നൊക്കെ തൻ്റെ ശിഷ്യന്റെ ധർമ്മബോധത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശരൂപേണ ശുക്രാചാര്യർ ഇതൊക്കെ ഇവിടെ പറയുന്നത്. അപ്പൊ ശ്രദ്ധയോടുകൂടി തൻ്റെ ഗുരുനാഥന്റെ ഉപദേശത്തെ കേൾക്കുകയും അതിനെ നന്നായി ചിന്തിച്ച് തൻ്റെ അഭിപ്രായം അവിടെ വ്യക്തമാക്കുകയാണ് ബലി. വളരെയധികം വിനയത്തോടു കൂടിയിട്ട് മറുപടി പറയുകയാണ്. ഗുരുനാഥ, അർത്ഥകാമങ്ങളെയും ഉപജീവനത്തെയും പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിൽ ധർമ്മം ആചരിക്കണം എന്ന് അങ്ങ് ഉപദേശിച്ചു. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ബ്രഹ്മചാരി വേഷത്തിൽ വന്നിട്ടുള്ളത് സാക്ഷാൽ ശ്രീഹരി തന്നെയാണ് എന്നും ആ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അങ്ങ് പറഞ്ഞു. എന്നാൽ എൻ്റെ തോന്നൽ, എൻ്റെ അഭിപ്രായം ഇതാണ്. ശ്രുതിസ്മൃതികൾ അസത്യത്തെയും അധർമ്മത്തെയും ഒരിക്കലും പ്രചരിപ്പിക്കുന്നില്ല. എപ്പോൾ പറഞ്ഞാലും ആരു പറഞ്ഞാലും ഒരു കളവ്, അത് കളവ് തന്നെയാണ്, അതൊരിക്കലും സത്യമാവില്ല. അങ്ങനെയെങ്കിൽ ചില സന്ദർഭങ്ങളിൽ കളവ് പറയാം എന്ന വിധികളൊക്കെ തന്നെ സത്യത്തിൻ്റെ ഗൗരവമറിയാത്തതായ, സത്യത്തിൻ്റെ മഹത്വം അറിയാത്ത പ്രാകൃതന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സത്യത്തെ ഉപേക്ഷിക്കാമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ, പിന്നെ ഞാൻ എന്തിനെയാണ് സ്വീകരിക്കേണ്ടത്? സത്യത്തെ ഉപേക്ഷിച്ചാൽ കളവിനെയല്ലേ സ്വീകരിക്കേണ്ടി വരിക? അതുകൊണ്ട് നിലനിൽപ്പും ശ്രേയസ്സും സുഖവും എല്ലാം ഉണ്ടാവും എന്നാണോ അങ്ങ് പറയുന്നത്? പക്ഷേ മഹാഭാഗവതോത്തമനായ പ്രഹ്ലാദന്റെ പൗത്രനായ ഞാൻ ദാനം ചെയ്യാം എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് ധനലോഭിയായിട്ടുള്ളൊരു വഞ്ചകനെ പോലെ അതിനെ എങ്ങനെയാണ് നിരാകരിക്കുക? അസത്യത്തിനേക്കാൾ വലിയൊരു അധർമ്മം ഇല്ല.
ഭൂമിദേവി പോലും പറയുന്നു, കളവ് പറയുന്ന ഒരുവനെ, അസത്യവാദിയെ വഹിക്കാൻ എനിക്ക് ശക്തിയില്ല. ധനാശയ്ക്ക് വശംവദനായിട്ട് ഒരു സാധുവിനെ വഞ്ചിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ ഞാൻ ഭയപ്പെടുന്നു. നരകത്തിനെ ഞാൻ ഭയക്കുന്നില്ല. ദാരിദ്ര്യ ദുഃഖം ഞാൻ ഭയക്കുന്നില്ല. സ്ഥാനഭ്രംശമോ മരണത്തെ തന്നെയോ ഞാൻ ഭയപ്പെടുന്നില്ല. നാഹം ബിഭേമി നിരയാൻ ന അധന്യാത് അസുഖാർണവാൽ ന സ്ഥാനച്ചവനാൻ മൃത്യോർയഥാ വിപ്രപ്രലംബനാൽ. ജനിച്ച എല്ലാവർക്കും മരണം അത് നിശ്ചയമാണ്. മരിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടതും ആണ്. അങ്ങനെയായിരിക്കെ ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആരാണോ ചോദിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്നവർക്ക്, അർത്ഥിക്കുന്നവർക്ക് അത് കൊടുക്കുകയല്ലേ നല്ലത്? അങ്ങനെ കൊടുത്തത് കൊണ്ട് എന്താണ് ദോഷമുണ്ടാവുക? ഇനി അങ്ങ് പറയുന്നു, ചോദിച്ചതത്രയും കൊടുക്കേണ്ട, എന്തെങ്കിലും അല്പം കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കുന്ന ഒരാൾക്ക് സന്തോഷമുണ്ടാവില്ല. അപ്പോൾ ചെയ്ത ദാനവും നിഷ്ഫലമാവും. എത്രയോ മഹാത്മാക്കൾ ദധ്യങ് ശിബി പ്രഭൃതയ കോ വികൽപ്പോധരാദിഷു ശ്രേയ കുർവന്തി ഭൂതാനാം സാധവോ ദുസ്ത്യജാസുഭി ഏരിയം ബുഭുജേ ബ്രഹ്മൻ ദൈത്യേന്ദ്രൈ അനിവർത്തിഭി തേഷാം കാലോഗ്രസീല്ലോകാൻ ന യശോധിഗതം ഭുവി. ദധീജി, ശിബി തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഉപേക്ഷിക്കാൻ പ്രയാസമായിട്ടുള്ള ദുസ്ത്യജമായ പ്രാണനെ പോലും പരോപകാരാർത്ഥമായിട്ട് ത്യജിച്ചവരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തുച്ഛമായിട്ടുള്ള, എത്ര സൂക്ഷിച്ചാലും ഒരിക്കൽ കൈവിട്ടു പോകുന്നതായ രാജ്യം, ധനം, ഇതൊക്കെ സ്വമനസ ദാനം ചെയ്യുന്നതിന് എന്തിനാണ് മടിക്കുക? എത്രയോ ശൂരന്മാർ ഈ ഭൂമി എൻ്റേത് എൻ്റേത് എന്ന് അഭിമാനിച്ചുകൊണ്ട് കൈയടക്കി വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരാരും ഇന്ന് അവശേഷിക്കുന്നില്ല. ലോകം അവരെ ആരെയും ഇന്ന് ഓർമ്മിക്കുന്നുമില്ല. പക്ഷേ സൽപ്രവൃത്തികൾ ചെയ്തവരുടെ യശസ് ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നു. യുദ്ധക്കളത്തിൽ തോറ്റുപിന്മാറാതെ യുദ്ധം ചെയ്ത് ദേഹമുപേക്ഷിക്കുന്ന വീരന്മാർ ധാരാളം ഉണ്ടായേക്കാം. എന്നാൽ ദേഹത്യാഗത്തേക്കാൾ ധനത്തെ സ്വമേധയാ ഉപേക്ഷിക്കുവാൻ വളരെ പ്രയാസമാണ്. ഒരു സൽപാത്രത്തെ ലഭിച്ചു കഴിഞ്ഞാൽ കാലദേശാവസ്ഥകളെ ഒന്നും തന്നെ നോക്കാതെ ശ്രദ്ധാപൂർവം ധനത്യാഗം ചെയ്യുന്ന ദാനശൂരന്മാർ, അങ്ങനെയുള്ളവരും വളരെ വിരളമാണ്. അർത്ഥിക്കുന്നവരാര് തന്നെ ആയിക്കൊള്ളട്ടെ, അവർ യാചിച്ചാൽ അവരുടെ അഭീഷ്ടപൂർത്തി വരുത്തേണ്ടതാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഒരാൾക്ക് വാക്ക് കൊടുത്തു, അയാൾ ചോദിച്ചതിനെ കൊടുത്തു. തന്നിമിത്തം ദൈന്യതയും ദാരിദ്ര്യവും എനിക്ക് വന്നു ഭവിച്ചാലും ധീരനായിട്ടുള്ള ഒരുവന് അത് ഭൂഷണമാണ് എന്നാണ് ഞാൻ കരുതുക. ഇനി ബ്രഹ്മവിത്തുക്കളായിട്ട് ഉള്ളവരാണ് അർത്ഥികളെങ്കിൽ
അവർക്ക് കൊടുക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് തന്നെ ഈ വടു, ഈ ബ്രഹ്മചാരി എന്താണോ ചോദിച്ചത് അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അല്ലയോ ഗുരുനാഥ, അങ്ങയെപ്പോലെയുള്ള കർമ്മപടുക്കളായ മഹാത്മാക്കൾ ശ്രദ്ധയോടുകൂടി പൂജിക്കുന്നതും യജ്ഞാദികളാൽ ആരാധിക്കുന്നതും ഈ മഹാവിഷ്ണുവിനെ തന്നെയല്ലേ? ആ ഭഗവാൻ വരം തരികയോ ദ്രോഹിക്കുകയോ എന്തും ചെയ്തു കൊള്ളട്ടെ. എന്നിരുന്നാലും ഞാൻ ദാനം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്ന് നിശ്ചയിക്കുന്നു. നിരപരാധിയായിട്ടുള്ള എന്നെ ശ്രീഹരി ഭീരുവിനെ പോലെ ചതിച്ചു, എന്നാലും ഞാൻ പകരം ചോദിക്കില്ല. എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ബ്രഹ്മചാരി സാക്ഷാൽ ശ്രീഹരി തന്നെയാണ് എങ്കിൽ ഇവിടുത്തെ പുണ്യയശസ്സിനെ കളങ്കപ്പെടുത്താവുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ അതെന്നെ വിപരീതമായി ബാധിക്കും. ഇത് മഹാവിഷ്ണുവാണ് എങ്കിൽ, മഹാവിഷ്ണു അല്ല എങ്കിൽ അന്യായമായി എന്നെ ബന്ധിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിഗ്രഹിക്കും. അതുകൊണ്ട് ഗുരുനാഥ, ഞാൻ കൊടുത്ത പ്രതിജ്ഞ, ചെയ്തതായ പ്രതിജ്ഞ അനുസരിച്ച് ദാനം നൽകുക തന്നെയാണ് വേണ്ടത് എന്ന് നിശ്ചയിച്ചു. ഏവം അശ്രദ്ധിതം ശിഷ്യം അനാദേശകരം ഗുരു ശശാപ ദൈവപ്രഹിത സത്യസന്ധം മനസ്വിനം. ബലിയുടെ ഈ വാക്കുകൾ ശുക്രാചാര്യർക്ക് ബോധിച്ചില്ല. എന്തെന്നാൽ ഗുരുകൽപ്പനയെ ശിഷ്യന് ചോദ്യം ചെയ്യാൻ അധികാരമില്ല. സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഇവിടെ ആ ശുക്രന് കോപം വരികയും തൻ്റെ ശിഷ്യനെ നോക്കി ശപിക്കുകയാണ്. ശുക്രൻ അജ്ഞനും പണ്ഡിതമാനിയും അഹങ്കാരിയുമായിട്ടുള്ള നീ എൻ്റെ ശാസനെ ധിക്കരിച്ചതുകൊണ്ട് വളരെ വേഗം നിന്റെ ഐശ്വര്യങ്ങളൊക്കെ നഷ്ടപ്പെടട്ടെ, ഐശ്വര്യഭ്രഷ്ടനാവട്ടെ എന്ന് ശപിച്ചു. ഇങ്ങനെ ഗുരുശാപം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഏവം ശബ്ദസ്വഗുരുണ സത്യാന്നചരിതോ മഹാൻ വാമനായ ദദാവേനാം അർച്ചിത്വോദകപൂർവകം. ഗുരുശാപം ഏറ്റുവാങ്ങിയിട്ടും ബലി ആ തൻ്റെ നിശ്ചയത്തിൽ നിന്ന് പിന്മാറിയില്ല. വാമനമൂർത്തിയെ പീഠത്തിലിരുത്തി പൂജിക്കുകയും ബലിപത്നിയായിട്ടുള്ള വിന്ധ്യാവലി സ്വർണ്ണ കലശത്തിൽ കൊണ്ടുവന്ന ജലം കൊണ്ട് ആ ഭഗവാന്റെ പാദങ്ങളെ കഴുകി ആ പാദതീർത്ഥത്തെ ആദരവോടുകൂടി ശിരസിൽ ധരിച്ചു. അതിനുശേഷം ദാനം സങ്കല്പം ചെയ്ത് ആ ജലം വീഴ്ത്തി 3 അടി ഭൂമി വാമനമൂർത്തിക്ക് ദാനം ചെയ്തു. ആ സമയത്ത് അതെല്ലാം കണ്ടു നിൽക്കുന്ന ദേവതകൾ മഹാബലിയുടെ ആ ഒരു കർമ്മത്തെ, സത്യനിഷ്ഠയെ അത്യധികം പ്രശംസിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്യുന്നു. ദേവ ദുന്ദുഭികൾ മുഴങ്ങുന്നു. സ്തുതിക്കുന്നു. അപ്പോഴേക്കും വാമനമൂർത്തിയുടെ രൂപം മാറുകയാണ്. തദാ സുരേന്ദ്രം ദിവിദേവതാ ഗണാഗന്ധർവ വിദ്യാധര സിദ്ധചാരണ
തൽ വാമനം രൂപം അവർദ്ധതാദ്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോ ദ്യൗർവിവരാപയോധയത്തിര്യങ് ഋഷയോ യഥാ സദാ. അത്യത്ഭുതകരമായ ഒരു രൂപം വേഗം ഭഗവാൻ സ്വീകരിച്ചു. ബ്രഹ്മാണ്ഡ ആകാരമായിട്ടുള്ള ആ രൂപത്തിൽ സമസ്ത ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് ആ ബലി കണ്ടത്. തദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഭൂതേന്ദ്രിയാർത്ഥാശയ ജീവയുക്തം രസാം അജഷ്ടാഘ്രിതലേധ പാദയോ മഹിം മഹീത്ഥാൻ പുരുഷസ്യ ജംഘയോ പദത്രിണോ ജാനുനി വിശ്വമൂർത്തേർ പൂർവോഗണം മാരുതമിന്ദ്രസേന. ആ ഭഗവാന്റെ കാലടിയിൽ ആണ് രസാതലം, കണങ്കാലുകളിൽ പർവ്വതങ്ങൾ, കാൽമുട്ടുകളിൽ പക്ഷിവൃന്ദങ്ങൾ, തുടകളിൽ വായുസംഘം, വസ്ത്രത്തിൽ സന്ധ്യ, ഗുഹ്യത്തിൽ അസുരവൃന്ദങ്ങൾ, ജഘനത്തിൽ പ്രജാപതികൾ, നാഭിയിൽ അന്തരീക്ഷം, കുക്ഷിയിൽ സമുദ്രങ്ങൾ, ഉരസിൽ നക്ഷത്രങ്ങൾ, ഹൃദയത്തിൽ ധർമ്മം, സ്തനങ്ങളിൽ സത്യം, മനസ്സിൽ ചന്ദ്രൻ, വക്ഷസ്സിൽ ലക്ഷ്മീദേവി, കണ്ഠത്തിൽ ശബ്ദസമൂഹങ്ങൾ, കൈകളിൽ ഇന്ദ്രാദിദേവതകൾ, കാതുകളിൽ ദിഗ്ദേവതകൾ, ശിരസിൽ സ്വർഗലോകം, ഭഗവാന്റെ കേശത്തിൽ മേഘസമൂഹം, നാസികയിൽ പ്രാണവായുക്കളും, നേത്രങ്ങളിൽ സൂര്യനും, മുഖത്തിൽ അഗ്നിയും, നാവിൽ വേദങ്ങളും, ജിഹ്വയിൽ വരുണനും, പുരികങ്ങളിൽ ധർമ്മശാസ്ത്രങ്ങളും, കൺപോളകളിൽ അഹോരാത്രങ്ങളും, നെറ്റിത്തടത്തിൽ കോപവും, അധരത്തിൽ ലോഭവും, ത്വക്കിൽ കാമവും, രേതസ്സിൽ ജലവും, പൃഷ്ഠഭാഗത്തിൽ അധർമ്മവും, പാദന്യാസങ്ങളിൽ യജ്ഞവും, നിഴലിൽ മൃത്യുവും. ആ ഭഗവാന്റെ പുഞ്ചിരിയിൽ മായയും, രോമങ്ങളിൽ ഓഷധിവർഗവും, നാഡികളിൽ നദികളും, അങ്ങനെ സമസ്ത ചരാചരങ്ങളും ആ ഭഗവാന്റെ ആ ഒരു വിശ്വരൂപ ഭാവത്തിൽ ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ സർവാത്മാവായിട്ടുള്ള ആ ഭഗവാനിൽ ഭുവനം മുഴുവനും കണ്ടിട്ടും വീരനായ മഹാബലി അല്പം പോലും ഭയപ്പെട്ടില്ല. ഈ രൂപം കണ്ട അസുരന്മാരെല്ലാം ഭയപ്പെട്ടു. അസഹ്യ തേജസ്സോടുകൂടിയ സുദർശന ചക്രവും, ഇടിമുഴക്കം പോലെ ധ്വനിക്കുന്ന ശാർഗധനുസ്സും, മേഘ ഗംഭീര ശബ്ദത്തോടുകൂടിയ പാഞ്ചജന്യം, അതിവേഗതയാർന്നതായ കൗമോദകി എന്ന ഗദയും, വിദ്യാധരമെന്ന ആ വാളും, അക്ഷയ ബാണ തൂണീരവും, ഇതെല്ലാം ഭഗവാനെ ദിവ്യരൂപങ്ങൾ ധരിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. സുനന്ദനന്ദാദി പാർഷദന്മാർ, ലോകപാലന്മാർ ഇവരൊക്കെ സ്തുതിക്കുന്നു. സ്ഫുരൽ കിരീടാംഗതമീനകുണ്ടല ശ്രീവത്സ രത്നോത്തമമേഖലാംബരൈഃ. കിരീടം, അംഗങ്ങൾ, കുണ്ടലങ്ങൾ, ശ്രീവത്സം, കൗസ്തുഭം, പീതാംബരം, വനമാല ഇവയോടുകൂടി ശോഭിക്കുന്നതായ ഭഗവാൻ തൻ്റെ തൃക്കാലടി കൊണ്ട് ഭൂലോകത്തെയും ശരീരവ്യാപ്തി കൊണ്ട് ആകാശത്തെയും സകല ദിക്കുകളെയും അടക്കി. രണ്ടാമത്തെ ചുവട് വയ്ക്കുമ്പോൾ ആ തൃപാദം മഹർലോകം, ജനലോകം, തപോലോകം ഇവയും കടന്ന് മേലോട്ട് പോയി. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ അടി വയ്ക്കുവാൻ ബലിയുടേതായിട്ട് യാതൊന്നും തന്നെ അവശേഷിച്ചില്ല എന്നാണ്. സത്യം സമീക്ഷ്യാബ്ജഭോ നഖേന്ദുഭിർ ഹതസ്വധാമദ്യുതിരാവൃതോഭ്യകാൽ മരീചി മിശ്ര ഋഷയോ ബൃഹദ്വൃത സനന്ദനാദ്യോ
നരദേവയോഗിന. അല്ലയോ പരീക്ഷിത്തെ, ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ആ ഭഗവാൻ ത്രിവിക്രമനായി ആ വിശ്വരൂപത്തെ സ്വീകരിച്ച മുകളിലേക്ക് വെച്ചതായിട്ടുള്ള ആ ഒരു ചുവട്, ആ ഒരു പാദം, അത് സത്യലോകം വരെ എത്തി എന്നും ആ ഭഗവാന്റെ കാൽനഖങ്ങൾ ചന്ദ്രകല പോലെ, ചന്ദ്രബിംബം പോലെ പ്രകാശിക്കുന്ന ആ പാദം, അതിലെ കാൽനഖങ്ങൾ, അത് കണ്ട് ബ്രഹ്മാവ് കൂടാതെ മരീചി തുടങ്ങിയിട്ടുള്ളവർ, മഹാമുനിമാർ, നൈഷ്ഠിക ബ്രഹ്മചര്യവ്രതം സ്വീകരിച്ചിട്ടുള്ള സനന്ദനാദികൾ, സനകാദികൾ, അവരെല്ലാം വളരെ ഭവ്യതയോടുകൂടി, ആദരവോടുകൂടിയിട്ട് ആ ഭഗവാനെ അങ്ങനെ വന്ദിച്ചു നിൽക്കുന്നു. വേദോപവേദ നിയമാന്വിത യഥാ തർക്കേതിഹാസാംഗ പുരാണ സംഹിത. വേദങ്ങൾ, ഉപവേദങ്ങൾ, തർക്കശാസ്ത്രം, ഇതിഹാസ പുരാണങ്ങൾ, സംഹിതകൾ, അവയുടെ എല്ലാം അധിഷ്ഠാന ദേവതകൾ, അവരൊക്കെ സ്വരൂപം പൂണ്ട് ആ തൃപ്പാദത്തെ അങ്ങനെ വണങ്ങി നിൽക്കുന്നു. അധാംഘ്രയെ പ്രോന്നമിതായ വിഷ്ണോരുപാഹരൽ പത്മഭവോർഹണാധികം. ആ ബ്രഹ്മാവ് ഏതൊരു ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നാണോ ആവിർഭവിച്ചത്, ആ ഭഗവാന്റെ തന്നെ ആ പാദത്തിനെ, ആ മഹാവിഷ്ണു തന്നെയാണല്ലോ ഇവിടെ ഈ ത്രിവിക്രമനായി വന്ന് ആ ബലിയിൽ നിന്നും ദാനത്തെ സ്വീകരിച്ച് ഇപ്പോൾ ആ 3 അടി കൊണ്ട് അളന്നെടുക്കുന്നത്. അപ്പോൾ ഭഗവത് പാദത്തിൽ അർഘ്യപാദ്യാദി ഉപചാരം അർപ്പിച്ചു എന്നാണ്. കാലിൽ ഒരു അതിഥിയെ സ്വീകരിക്കുമ്പോൾ ചെയ്യുന്ന ഒന്നാണ് ഈ അർഘ്യം. ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ട് കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്ന ആ ഒരു രീതി, അത് പൂജാവിധിയിലുണ്ട് അർഘ്യം. ഇവിടെ അർഘ്യപാദ്യ ഉപചാരങ്ങളെ സമർപ്പിച്ചു. ധാതു കമണ്ഡലു ജലം തതുരുക്രമസ്യ പാദാവനേ ജന പവിത്രതയാ നരേന്ദ്ര. സ്വർധുന്യഭൂത് നഭസി സാ പതതീ നിമാർഷ്ടി ലോകത്രയം ഭഗവതോ വിശദേവകീർത്തി. ബ്രഹ്മാവിൻ്റെ കമണ്ഡലുവിലുള്ള ആ തീർത്ഥജലം, ബ്രഹ്മാവിൻ്റെയൊക്കെ ധ്യാനം നോക്കിയാൽ കാണാം, ജപമാല ധരിച്ചിട്ടുണ്ട്, കമണ്ഡലു ധരിച്ചിട്ടുണ്ട്. അപ്പം ആ കമണ്ഡലുവിലെ തീർത്ഥജലം ഭഗവാന്റെ ആ പാദത്തിൽ വീഴ്ത്തി കഴുകിയതോടുകൂടി ആ ജലം പിന്നീട് പാദത്തിൽ നിന്ന് ഒഴുകി വീഴുന്ന ജലം സ്വർഗഗംഗയായി ഭവിച്ചു. അത് താഴേക്ക് പതിച്ച് 3 ലോകത്തെയും പിന്നീട് ഇതാ ശുദ്ധീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഗംഗയ്ക്ക് വിഷ്ണുപതി എന്നൊക്കെ ഒരു പേര് വന്നു ചേർന്നു. വേറെയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കഥകൾ പുരാണങ്ങളിൽ കാണാം. ബ്രഹ്മാദയോ ലോകനാഥാ സ്വനാഥായ സമാദൃത സാനുകാ ബലിമാജഹ്രു സംക്ഷിപ്താത്മവിഭൂതയെ. ബ്രഹ്മാദി ദേവന്മാര്, അതുപോലെ മറ്റ് ലോകപാലന്മാർ, അവരൊക്കെ അർഘ്യപാദ്യാദി ഉപചാരങ്ങൾ, ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, അക്ഷതം, ഫലങ്ങൾ, സ്തവനൈർ ജയശബ്ദൈശ തദ്വീര്യമഹിമാങ്കിതൈ നൃത്യ വാദിത്രഗീതൈശ ശംഖ ദുന്ദുഭി നിസ്വനൈ. സ്തോത്രങ്ങൾ, ഭഗവത് ലീലകളെ പരാമർശിക്കുന്നതായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ടും
നൃത്തം, വാദ്യം, ഗീതം, വാദ്യമിതം, ഗീതമിതം, നൃത്തമിതം, ഇതൊക്കെ ഉപചാരം, പൂജയുടെ ഉപചാരത്തിൽ ഉൾപ്പെടുന്ന ഉപചാരങ്ങൾ തന്നെയാണ്. ശംഖ്, പെരുമ്പറ ഇവയുടെ ആരവങ്ങളെ കൊണ്ടൊക്കെ പൂജ ചെയ്തു. ജാംബവാൻ ഋക്ഷരാജസ്തു ഭേരീശബ്ദൈർ മനോജവ വിജയം ദിക്ഷു സർവാസു മഹോത്സവമഘോഷയിൽ. ഋക്ഷരാജാവായിട്ടുള്ള ജാംബവാൻ പെരുമ്പറ കൊട്ടിക്കൊണ്ട് എല്ലാ ദിക്കിലും ഈ ഭഗവാന്റെ ഈ ഒരു പ്രവൃത്തിയെ, ഈ ഒരു വാമന വിജയം എന്ന ആ ഒരു കാര്യത്തെ എല്ലായിടത്തും അറിയിച്ചു. ഇവിടെ യാഗം ചെയ്തുകൊണ്ടിരുന്ന ബലി, ആ ബലിയുടെ മുൻപിൽ ഭൂമി 3 അടി മണ്ണ് യാചിക്കാൻ എന്ന ആ ഭാവേന ആ ബലിയുടേതായ എല്ലാം അപഹരിക്കപ്പെട്ടു എന്ന് കരുതുന്ന അസുരന്മാർ അത്യധികം അമർഷത്തോടു കൂടിയിട്ട് പലതും പരസ്പരം പറയാൻ തുടങ്ങി. നവാ അയം ബ്രഹ്മബന്ധു വിഷ്ണു മായാവിനാംവര. അസുരന്മാർ പരസ്പരം പറയുന്ന കാര്യമാണ്, ഇവൻ ബ്രാഹ്മണ ജാതിയിലുള്ളവനല്ല. മായാവികളുടെ ഇടയിൽ മുമ്പനായിട്ടുള്ള ഈ വിഷ്ണു ബ്രാഹ്മണ വേഷം ധരിച്ചുകൊണ്ട് ദേവന്മാർക്ക് വേണ്ടി അവരുടെ കാര്യത്തെ നിറവേറ്റാൻ പുറപ്പെട്ട ആളാണ്. ബ്രഹ്മചാരിയുടെ രൂപമെടുത്ത് യാചിച്ചു വന്ന ഈ ശത്രുവായിട്ടുള്ള വിഷ്ണു യാഗം ചെയ്തുകൊണ്ടിരുന്ന നമ്മളുടെ യജമാനന്റെ ആ മഹാബലിയുടെ എല്ലാ സമ്പത്തും അപഹരിച്ചെടുക്കുകയാണല്ലോ ചെയ്തത്. സത്യവ്രതസ്യ സതതം ദീക്ഷിതസ്യ വിശേഷത നാനൃതം ഭാഷിതും ശക്യം ബ്രഹ്മണ്യസ്യ മയ ഭയാവത. എപ്പോഴും സത്യവചനത്തിൽ നിഷ്ഠയുള്ളവൻ, യജ്ഞകർമ്മത്തിൽ ദീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ, ബ്രാഹ്മണരിൽ ഭക്തി ഉള്ളവൻ, ജീവജാലങ്ങളിൽ കാരുണ്യം ഉള്ളവനും ആയിട്ടുള്ള ഒരുവനൊരിക്കലും അസത്യം പറയാൻ സാധ്യമല്ല. ഇതാണ് ഇപ്പോൾ നടന്ന സംഗതി. അതുകൊണ്ട് നമ്മുടെ യജമാനന്റെ ബലിയുടെ രക്ഷ ഈ കപടവേഷത്തിൽ വന്ന് എല്ലാം പിടിച്ചെടുത്ത ആ ബ്രഹ്മചാരി വേഷത്തിൽ വന്ന വാമനനെ നിഗ്രഹിക്കുക, പരാജയപ്പെടുത്തുക, അത് നമ്മളുടെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അസുരന്മാർ ആയുധങ്ങളൊക്കെ എടുത്തു. അവര് വാമനനോട് എതിരിടാൻ വേണ്ടിയിട്ട് ആയുധങ്ങളുമായിട്ട് പുറപ്പെട്ടു എന്നാണ്. അത് കണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ ദേവന്മാർ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോടുകൂടി അവരെ തടയാനായിട്ട് നിന്നു. അങ്ങനെ പരസ്പരം ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു വക്കിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴാണ് ബലി പറയുന്നത്, ഹേ വിപ്രജിത്തെ, ഹേ രാഹോ, ഹേ നേമേഷു യഥാംവജ. അല്ലയോ വിപ്രജിത്തെ, രാഹു, നേമി, ഞാൻ പറയുന്നത് കേൾക്കൂ, യുദ്ധം ചെയ്യരുത്, പിൻവാങ്ങൂ. ന കാലോയം അർത്ഥകൃൽ, നന കാലോയം അർത്ഥകൃൽ. നമുക്ക്, വിസർഗത്തോടു കൂടിയിട്ട് വന്നത് നമുക്ക് എന്ന അർത്ഥം വരുന്നു. അടുത്ത വിസർഗമില്ലാത്ത നകാരം അല്ല, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ കാലം നമുക്ക് അനുകൂലമല്ല. യപ്രഭു സർവഭൂതാനാം സുഖദുഃഖോപത്തയെ തം നാതിവർത്തിതും ദൈത്യാ പൗരുഷൈ ഈശ്വര പുമാൻ. സകല ജീവികൾക്കും സുഖത്തെയും ദുഃഖത്തെയും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ആളാണ് ഈശ്വരൻ. ആ ഈശ്വരനെ, അല്ലെങ്കിൽ ആ കാലശക്തിയെ നമ്മളുടെ പൗരുഷം കൊണ്ട് മറികടക്കാൻ ആർക്കും ഒരിക്കലും ആവില്ല. ഇതിനു മുൻപ് നമ്മളുടെ ശ്രേയസ്സിന്, നമ്മളുടെ ഉയർച്ചയ്ക്ക്, ദേവന്മാരുടെ പരാജയത്തിനൊക്കെ
കാരണമായി തീർന്ന അതേ ഈശ്വരൻ, കാലരൂപിയായിട്ടുള്ള ഈശ്വരൻ ഇപ്പോൾ നമുക്ക് വിപരീതമായി എന്നേ ഉള്ളൂ. ബലേന സജീവൈർ ബുദ്ധിയാ ദുർഗൈർ മന്ത്ര ഔഷധാദിഭി, സൈന്യബലം കൊണ്ട്, മന്ത്രിമാരെ കൊണ്ട്, ബുദ്ധിശക്തി കൊണ്ട്, മന്ത്രജപം കൊണ്ട്, ഔഷധസേവ കൊണ്ട്, സാമദാനാദികളായിട്ടുള്ള ഉപായങ്ങൾ കൊണ്ടും ഒന്നും നമുക്ക് കാലത്തെ മറികടക്കാൻ പറ്റില്ല, അതിലംഘിക്കാൻ പറ്റില്ല. ഈ ദേവന്മാരെ നമ്മളിതിനു മുൻപ് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആ കാലം അനുകൂലമായിരുന്നു, ഈശ്വരാനുകൂല്യമുണ്ടായിരുന്നു. ഇപ്പോൾ അവർ നമ്മളെ പരാജയപ്പെടുത്തിയിട്ട് അവർ നമ്മളെ പരിഹസിക്കുന്നു എന്നേ ഉള്ളൂ. എപ്പോഴാണോ ഈശ്വരാനുകൂല്യം തെളിഞ്ഞു വരുന്നത് ആ സമയത്ത് നമുക്കിവരെ പരാജയപ്പെടുത്താൻ പറ്റും. ആ കാലത്തിന് വേണ്ടി കാത്തിരിക്കൂ. തസ്മാത് കാലം പ്രതീക്ഷത്വം യോ നോ അർത്ഥത്വായ കൽപ്പതേ. എപ്പോഴാണോ നമുക്ക് കാര്യസാധ്യമുണ്ടാവുക അതുവരെ കാത്തിരിക്കൂ. ശ്രീശുക ഉവാച പത്രുനിഗദിതം ശ്രുത്വാ ദൈത്യദാനവയൂഥവ. അസുരന്മാർ ആ ബലിയുടെ വാക്ക് കേട്ട് അവര് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അപ്പോഴേക്കും ഗരുഡൻ ഭഗവാന്റെ ഇച്ഛ എന്താണ്, അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വരുണപാശം കൊണ്ട് ബലിയെ ബന്ധിച്ചു. ആ ബലിയുടെ സർവസ്വവും പിടിച്ചടക്കുകയും ആ മഹാബലിയുടെ മമത്വാഭിമാനത്തെ ഇല്ലാതെയാക്കി, അഹന്തയെ നശിപ്പിച്ചു. ആ ബലിയെപ്പോലെ സത്യസന്ധനും ദൃഢപ്രജ്ഞനുമായിട്ടുള്ളൊരാള് വേറെയില്ല എന്ന ബലിയുടെ പ്രശസ്തി ലോകം മുഴുവനും പരത്തുവാൻ വേണ്ടിയിട്ട് ആദ്യം ബലിയെ അല്പമൊന്നു താഴ്ത്തി ഇനി അനുഗ്രഹിക്കുന്നു എന്നാണ്. അപ്രകാരം വരുണപാശം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ആ ബലിയോട് ഭഗവാൻ പറയുന്ന കാര്യമാണ് പദാനി ത്രീഴി ദത്താനി ഭൂമേ മഹ്യം ത്വയാസുര. എനിക്ക് 3 അടി, എൻ്റെ 3 ചുവട് വയ്ക്കുന്ന അത്രയും സ്ഥലം തരാമെന്ന് അങ്ങ് വാക്കു പറഞ്ഞു ദാനം ചെയ്തതാണ്. ഞാൻ 2 ചുവട് വെച്ചു കഴിഞ്ഞു, ഒട്ടാകെ അളന്നെടുത്തു. ഞാൻ എവിടെയാണ് 3ാമത്തെ ചുവട് വെക്കേണ്ടത് പറയൂ. എവിടം വരെ സൂര്യകിരണങ്ങൾ എത്തിച്ചേർന്നുവോ, എവിടം വരെ ചന്ദ്രൻ നക്ഷത്രങ്ങളോടുകൂടി പ്രകാശം പരത്തിയിട്ടുണ്ടോ, എവിടെയൊക്കെ മേഘം മഴ പെയ്യിപ്പിക്കുന്നുവോ അവിടെയെല്ലാം ഉള്ള ഭൂമണ്ഡലം ഇതുവരെ അങ്ങയുടേതായിരുന്നു. പക്ഷേ ഒരു ചുവട് വെച്ചതോടുകൂടി ആ ഭൂലോകം, ശരീരം കൊണ്ട് ആകാശവും ദിക്കുകളും, 2ാമത്തെ ചുവട് കൊണ്ട് സ്വർലോകവുമൊക്കെ അളന്നെടുത്തു കഴിഞ്ഞു. തരാമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് പ്രതിശ്രുതമദാതുസ്തേ നിരയേ വാസ ഇഷ്യതേ. തരാമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എങ്കിൽ അങ്ങേക്ക് നരകത്തിൽ പതിക്കേണ്ടി വരും. അല്ലെങ്കിൽ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചുവട് വെക്കേണ്ടത്. ആരാണോ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നത്, യാചിക്കുന്ന ഒരുവനെ പരിഹസിക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്യുന്നത്, അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, അധപ്പതയ്ക്കും, നരക യാതന അനുഭവിക്കേണ്ടി വരും. വിപ്രലബ്ധോ ദദാമീരി ത്വയാഹം ചാഢ്യമാനിന തദ് വെളീഹഫലം ഭുങ്ഷ്വ നിരയം കതിജിൽ സമ. അപ്പം ഞാൻ ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടു, താങ്കളുടെ വാക്ക് കേട്ടു, എന്നെ താങ്കൾ കബളിപ്പിച്ചു, ചതിച്ചു. അതുകൊണ്ട് കളവ് പറഞ്ഞതിൻ്റെ ഫലമായിട്ടുള്ള നരകത്തെ അങ്ങ് അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഷ്ടമസ്കന്ധം 21-ാം അധ്യായം സമർപ്പിക്കുന്നത്. ശ്രീഹരയേ നമഃ.